ഇരുമ്പ് മറയ്ക്കുള്ളിൽ നിന്ന് ചില സത്യങ്ങൾ അങ്ങനെയാണ്. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവ തലപൊക്കും. ഡൊണാൾഡ് ട്രംപ് ലോകവേദിയിൽ നിന്ന് ഗർജിച്ചു. ഇറാൻ തീർന്നു. സൈനിക ശേഷി തകർന്നു. ഒരു തിരിച്ചുവരവില്ല. ആരും വിശ്വസിച്ചു പോകുന്ന ഡയലോഗ്. എന്നാൽ അമേരിക്കയുടെ സൈനിക ബുദ്ധികേന്ദ്രമായ പെന്റഗണിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തുവന്ന റിപ്പോർട്ട് മറ്റൊന്നായിരുന്നു. CNBCയും NBC ന്യൂസും പുറത്തുവിട്ട വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. ഇറാൻ ദുർബലമായെന്ന് ട്രംപിന്റെയും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെയും വാദങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാന്റെ സൈനിക ശേഷി ഇപ്പോഴും ശക്തമാണ് എന്ന് പെന്റഗണിന്റെ ഇന്റലിജൻസ് വിഭാഗം വെളിപ്പെടുത്തിയിരിക്കുന്നു. പെന്റഗണിന്റെ രഹസ്യാന്വേഷണ ഏജൻസി പറയുന്നത് ഇറാൻ ഒരു റീജിയണൽ പവർ ഹൗസായി നിലകൊള്ളുന്നു എന്നാണ്. ആയിരക്കണക്കിന് മിസൈലുകൾ, അത്യാധുനിക ഡ്രോണുകൾ, ഇതൊന്നും കേവലം വാക്കുകളല്ല. അക്ഷരാർത്ഥത്തിൽ ഒരു സൈനിക കരുത്തിന്റെ ബലമാണ് ഇറാൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്നത്. ട്രംപ് ഭരണകൂടം ഇറാനെ തകർത്തു, ഇല്ലാതാക്കി എന്നൊക്കെ വിശേഷിപ്പിച്ചപ്പോൾ അകത്ത് നടക്കുന്ന കളി വേറൊന്നായിരുന്നു എന്നർത്ഥം. സംഭവം ഇവിടെ തീരുന്നില്ല. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ നീട്ടിയതിനു പിന്നിലും ഒരു സസ്പെൻസ് ഉണ്ടത്രേ. പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് വെടിനിർത്തൽ നീട്ടിയതെന്നാണ് ട്രംപ് അറിയിച്ചത്. എന്നാൽ പെന്റഗണിന്റെ ഈ രഹസ്യാന്വേഷണ വിലയിരുത്തലുകൾ കൂടി പരിഗണിച്ചാണ് ട്രംപ് ആ തീരുമാനം എടുത്തതെന്ന് NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം വെടിനിർത്തൽ നീട്ടാൻ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഇറാൻ തീർത്തു പറഞ്ഞു. വെറുതെ വെടിനിർത്തൽ നീട്ടിയതുകൊണ്ട് ഇറാൻ അടങ്ങിയിരുന്നില്ല. ഒരു പടി കൂടി കടന്നു. തങ്ങളുടെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ അവർക്ക് അവസരം കിട്ടി. ചൊവ്വാഴ്ച രാത്രി ടെഹ്റാനിലെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ച് ഒരു വൻ റാലി നടന്നു. തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുള്ള സ്ക്വയറിൽ തടിച്ചുകൂടിയ ജനസാഗരത്തിന് മുന്നിൽ ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലായ ഗോറാം ഷഹർ 4 പ്രദർശിപ്പിച്ചു. വെടിനിർത്തൽ കാലാവധി തീരുന്നതിന് മുൻപ് നടന്ന ഈ ഒരു മിസൈൽ പ്രദർശനം ലോകം ശ്വാസമടക്കി കണ്ടു. മറ്റ് നഗരങ്ങളിലും റോക്കറ്റുകൾ പ്രദർശിപ്പിച്ചതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏത് ഭീഷണികൾക്കും ഉടനടി പ്രതികരിക്കാൻ തങ്ങൾ സജ്ജരാണെന്ന് ഇറാൻ സായുധ സേന പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഈ മിസൈൽ ഷോ നടന്നത്. എന്തായാലും രണ്ടാം ഘട്ട സമാധാന ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാവാത്തതിന് പിന്നാലെ വെടിനിർത്തൽ കാലാവധി ദീർഘിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചയ്ക്കെത്താനും സമാധാനത്തിനുമായി ഇറാന് താൻ കൂടുതൽ സമയം അനുവദിക്കുകയാണെന്നും അതേസമയം ഹോർമൂസിൽ US സൈന്യത്തിന്റെ ഉപരോധം തുടരുമെന്നും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ മുൻകൈയെടുക്കുന്നത് വരെ വെടിനിർത്തൽ നീട്ടുന്നുവെന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. വെടിനിർത്തൽ നീട്ടില്ലെന്നും ഇറാന്റെ എല്ലാ ഊർജ്ജ കേന്ദ്രങ്ങളും തകർക്കുമെന്നായിരുന്നു ഇന്നലെ വരെ ട്രംപ് പറഞ്ഞിരുന്നത്. നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയായിരുന്നു ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം.